പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇറാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സൈനികരെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ സൈന്യം കരയാക്രമണത്തിന്റെ പേരിൽ ഇറാനിലേക്ക് കടക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടമുണ്ടെങ്കിൽ ഒരു സൈനികനെ പോലും ജീവനോടെ തിരിച്ചയക്കരുത് എന്നാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇറാനിയൻ ഡിഫൻസ് മിനിസ്റ്റർ മേജർ ജനറൽ ആമിർ ഹതാമി said that if the enemy carries out ground operation, not a single one should survive. ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉത്തരവ്. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് ഇറാന്റെ ഡിഫൻസ് മിനിസ്റ്ററുടെ കീഴിൽ നടന്നിരിക്കുന്നത്. ഈ ഡിഫൻസ് മിനിസ്റ്ററുടെ കീഴിൽ നടന്ന ഈ ഒരു ഓപ്പറേഷനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഓൺലൈനിൽ ആണ് പല ആളുകളും ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇപ്പോഴത്തെ ഇറാനിലെ സാഹചര്യം കണക്കിലെടുത്തായിരിക്കണം ഇങ്ങനെ ഒരു മീറ്റിംഗ് ഓൺലൈനിൽ വെച്ച് തന്നെ നടത്തിയിട്ടുള്ളത്. കാരണം പല സമയത്തും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ നടക്കുന്ന സമയത്ത് അമേരിക്കയോ ഇസ്രയേലോ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കണം വ്യത്യസ്തമായ ഏരിയകളിലുള്ള സൈനിക ഡിപ്പാർട്ട്മെന്റുകൾ ആ ഓരോ തലവന്മാരെയും ഈ മീറ്റിംഗിൽ ഓൺലൈനിലൂടെയാണ് ഡിഫൻസ് മിനിസ്റ്റർ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇറാനിൽ സമാധാനമില്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമാധാനത്തോടെ നിലനിൽക്കുക എന്നത് ശരിയല്ല. സമാധാനമുണ്ടെങ്കിൽ എല്ലാവർക്കും സമാധാനം വേണം, അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തുമുള്ള എല്ലാ രാഷ്ട്രങ്ങളിലുമുള്ള സമാധാനം നഷ്ടപ്പെടട്ടെ. ഇതിനെ നമ്മളൊന്ന് വിശദീകരണത്തോടു കൂടെ വായിക്കുമ്പോൾ നമുക്കറിയാം, ഹോർമുസ് കടലിടുക്ക് അടച്ചതിലൂടെ ലോകം മുഴുവൻ പ്രതിസന്ധി അനുഭവിക്കുകയാണ്. ഇറാനിലെ ജനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ ലോകത്തെ എല്ലാവരും പ്രതിസന്ധിയിലാവട്ടെ, അല്ലെങ്കിൽ എല്ലാവരുടെയും പ്രതിസന്ധി അവസാനിക്കട്ടെ. ഞങ്ങൾ അതാണ് പറയുന്നത്. ആക്രമണത്തിന് വേണ്ടി ഇറാനിലേക്ക് കടന്നു വന്ന ഇസ്രായേൽ, അമേരിക്ക അവർ യുദ്ധം നിർത്തി തിരിച്ചു പോവട്ടെ, എന്നാൽ ലോകത്ത് എല്ലാവർക്കും സമാധാനമുണ്ടാകും. ഇവിടെ സമാധാനത്തിന്റെ ശത്രുക്കൾ ഇറാനല്ല, അതിക്രമം നടത്തിയ അമേരിക്കയാണ്. പക്ഷെ ഒരു കാര്യം ഇറാൻ പറയാനുള്ളത്, ഇറാനിൽ സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തിന്റെ ഓരോ മുക്കുമൂലകളിലും പാർട്ടിലും സമാധാനം ഉണ്ടാവൂ എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആർമി ചീഫ് ഓർഡർ നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള സൈനിക സംവിധാനങ്ങൾക്കെല്ലാം ഇപ്പോൾ ശക്തമായ രൂപത്തിലുള്ള വാർണിംഗ് നൽകിക്കഴിഞ്ഞു. സസൂക്ഷ്മം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശത്രുക്കളുടെ നീക്കങ്ങളെ, ഓരോ മൂവ്മെന്റുകളെയും സശ്രദ്ധയോടെയും സംശയത്തോടു കൂടെയും നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വല്ല സംശയാസ്പദമായ നീക്കം ഉണ്ടായാൽ അടിയന്തരമായി ഇടപെടാനുള്ള ഓർഡറും ഇപ്പോൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു മീറ്റിംഗ് തന്നെ സൂചിപ്പിക്കുന്നത് ഇറാനെ കരയാക്രമണത്തിന്റെ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അതാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര മീറ്റിംഗ് ഇപ്പോൾ സൈനിക മേധാവിക്ക് കീഴിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്.